ഇത് രണ്ട് 10 ഇഞ്ച് 3-way ബോക്സാണ്. ഇതിൽ ഒരു 10 ഇഞ്ചിലുള്ളത് ഡെയിൻറ്റി ആണ് അതിൻ്റെ വൂഫറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മിഡും ട്യൂട്ടറും സെയിം ആണ്. രണ്ട് ബോക്സിലും മിഡും വൂഫറും സെയിം ആണ്. മിഡും ട്യൂട്ടറും സെയിം ആണ്. ഈ വൂഫർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 10 ഇഞ്ച് വൂഫർ ഡെയിൻറ്റി ആണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്യാപിറ്റലിൻ്റെ മിഡ് ബേസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടും കൂടെ പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും നല്ല വോയിസ് ക്ലാരിറ്റി കിട്ടിയത് ഏതാണ്, അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു മോഡൽ ഇപ്പോൾ ക്യാപിറ്റലിനെയോ അല്ലെങ്കിൽ ഡെയിൻറ്റിനെയോ മോശക്കാരനാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അത് മോശമാണ് അത് അടിപൊളിയാണ് എന്ന് പറയുന്ന അതല്ല ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ആ ഒരു ടോൺ, എന്താ പറയുക, ആ ഒരു വോയിസ് ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോയിസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു വോയിസ് വരും. ആ വോയിസിനൊരു സിഗ്നേച്ചർ എന്നൊക്കെ പറയില്ല നമ്മൾ, സോണിയുടെ ബേസ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആ ബേസ് സിഗ്നേച്ചർ, അതുപോലെ ടോണൽ പ്രത്യേകത. ഇപ്പോൾ ഒരു യേശുദാസിൻ്റെ ഒരു സോങ്, യേശുദാസിൻ്റെ ഒരു വോയിസ് ആണെന്ന് വരിക. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ക്രിസ്പ്നെസ്സും ആ ബേസും ആ ഡെപ്തും ഒന്നിച്ച് ഒരേപോലെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങനെയുള്ള സ്പീക്കർ ബോക്സുകളിൽ ഏത് വൂഫർ ഇട്ടാൽ കിട്ടും. അപ്പോൾ അത് ഞാനൊരു പണിയാം. ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സെയിം സാധനം ഇവിടെ ഉണ്ട്, ഡെയിൻറ്റി 10 ഇഞ്ച്. ഇതാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചുള്ള വൂഫർ. ഇതൊരു യൂസ്ഡാണ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ഇതൊരു നമ്മുടെ ഒരു നാട്ടിൽ തന്നെ ഉള്ളൊരു കസ്റ്റമറുടെയാണ്. ഇത് നമ്മളൊരു വളരെ വൈകിപ്പോയ ഒരു കസ്റ്റമറുടെയാണ്. കുറച്ച് കാലം വെയിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ അത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഡെയിൻറ്റി, അതാണ് വൂഫർ 10 ഇഞ്ച്. നെക്സ്റ്റ് ക്യാപിറ്റൽ മിഡ് ബേസ് എന്ന് പറയുന്നത് ഇതാണ് സാധനം. ഓക്കെ, മിഡ് ബേസ് സ്പീക്കർ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം മറ്റേത് തമ്മിൽ മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് കൂടുതൽ മാഗ്നറ്റ് ഉള്ളത്. കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഈ ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടി ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നുന്നത് ക്യാപിറ്റലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസ്. കുറച്ച് വെയിറ്റ് അധികം, മാഗ്നറ്റിൻ്റെ അധികം, തിക്നെസ് അധികം, അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ക്യാപിറ്റലിൽ നിന്നാണ് കൂടുതൽ വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നത്. ആ ഒരു വ്യത്യാസം ആദ്യം പറയണം. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ടോൺ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു സാധാരണ ഒരു ബേസുള്ള ടോൺ, പിന്നെ നമ്മൾക്ക് ഒരു യേശുദാസിൻ്റെ ഒരു മോളൊക്കെ ഇടാം. കഴിഞ്ഞ പ്രാവശ്യം കോപ്പറേറ്റ് അടിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം ചെറുതിടാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് ടോണും ചെക്ക് ചെയ്യാം. എന്നിട്ട് എനിക്കെന്താ തോന്നിയത്, അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് പറയാം. ഇതിപ്പോൾ ആദ്യം ഡെയിൻറ്റിയാണ് പ്ലേ ആവുന്നത്. ഓക്കെ, ഇനി മാറ്റി കൊടുക്കാം. വീണ്ടും ആദ്യം പ്ലേ ആക്കാം. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ രണ്ടും തമ്മിൽ? നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും നല്ല സൗണ്ട്, നല്ല വോയിസ് ക്വാളിറ്റി, അതായത് നല്ല തരം വോയിസ് ഫീൽ ചെയ്തത് ക്യാപിറ്റലിനാണ്. ക്യാപിറ്റൽ മിഡ് ബേസ്. ഡെയിൻറ്റിനാട്ടോ, ഡെയിൻറ്റിന്ന് ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബേസ് ലെവൽ ഫീൽ ചെയ്ത്, അതായത് ഒരു ബേസ് സിഗ്നേച്ചർ, ബേസ് നോട്ട്സ് കൂടുതൽ താല്പര്യമുള്ളവർക്ക്, അതായത് ശരിക്ക് പറയുകയാണെങ്കിൽ സബ് വൂഫർ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, സബ് വൂഫർ നിലവിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഉടപ്പെട്ടത് 2.1 ആണ് വിചാരിക്കുക, ഇതിനകത്തേക്ക് സബ് വൂഫർ ഉണ്ട് എന്നെങ്കിൽ ഈ ഒരു വൂഫറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ബെസ്റ്റ് ഓഡിയോ വോയിസ് ലെവൽ, അതിൻ്റെ കൂടെ ആ സബ് വൂഫറും കൂടെ മിക്സ് ആയി വരുമ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റി ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ക്യാപിറ്റൽ മിഡ് ബേസ് സ്പീക്കറും സബ് വൂഫറും ഈ 3-way സിസ്റ്റമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 2.1-ൽ ഇതിന്നും നല്ല ബേസാണ്, പക്ഷേ ഇതിൽ ബേസ് കുറച്ച് കൂടിയ ലെവലിലാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഡെയിൻറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ് വൂഫർ ഇല്ല എങ്കിൽ
ഡെൻറ്റിയുടെ ഇങ്ങനത്തെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ടെങ്കിൽ സബ് ഓഫർ ഇല്ലാതെ നിങ്ങൾക്ക് നല്ല ബേസ് ലെവൽ കിട്ടും. അതായത് സബ് ഓഫറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെ തോന്നും. നിങ്ങൾക്കൊരു 45-50 ആ റേഞ്ചൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. നമ്മൾ മെഷർ ചെയ്താലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നുണ്ടാവാം ഈ ഡെൻറ്റി ഉപയോഗിക്കുമ്പോൾ. അതേസമയം ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ലെവലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയില്ല, അത് അങ്ങനെ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും, കൂടുതൽ ഈ ഡെൻറ്റിയുടെക്കാട് കൂടുതൽ സെൻസിറ്റീവ് സ്പീക്കർ ആയിരിക്കാം. ഇതിൻ്റെയോ കറക്റ്റ് പാരാമീറ്റേഴ്സ് നമ്മളില്ല, അതുകൊണ്ട് നമ്മളായിരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് സ്വന്തമായിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബേസ് ലെവൽ കൂടുതലായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേസമയം ഇതാകുമ്പോൾ ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ യേശുദാസിൻ്റെ ഒക്കെ ടൈപ്പ് ഒരു മലയാളം സോങ് ഇട്ട് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തം. അപ്പോൾ ആദ്യം ഡെൻറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റ് വരും, അപ്പോൾ മാറ്റി കൊടുത്തു നോക്കാം. മുന്നോട്ടാക്കിയാൽ നമ്മളിതിൽ ടോൺ ഉപയോഗിച്ചില്ല, എൻ്റെ പേഴ്സണൽ ആംപ്ലിഫയർ ആണ്. ടോൺ ഇല്ലാതെ ഫ്ലാറ്റ് റെസ്പോൺസ്. ഹിന്ദിയാണ്, നമ്മൾ യേശുദാസിൻ്റെ തന്നെ. ഓഫർ ഏതായാലും ശരി, യേശുദാസിൻ്റെ സൗണ്ടേ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി ക്യാപിറ്റൽ കോപ്പറേറ്റ് ഇല്ലായിരുന്നെങ്കിൽ പൊളിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആ വോയിസ് നോക്കിയാൽ ആ യേശുദാസിൻ്റെ വോയിസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഇത് പിടിക്കാൻ പറ്റില്ല, നമുക്ക് പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മളിത് ക്രെഡിറ്റ് പൈസ കൊടുത്ത് വാങ്ങണം, എന്നാലേ നല്ല കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ടുള്ള ഇതുപോലെ ഇതിന് മുമ്പ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത അനുഭവത്തിലും നിങ്ങൾക്ക് സബ്വൂഫറിൻ്റെയോട് കൂടി ആ പാട്ട് പാടുന്നത്, നിങ്ങളിപ്പോൾ പാടി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമുള്ള ആളാണ്, നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സെറ്റ് ചെയ്ത് നിങ്ങളുടെ വോയിസിൻ്റെ മാക്സിമം ക്വാളിറ്റി, മാക്സിമം ലെവൽ, ഡെപ്ത്, വാം അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇങ്ങനെ രണ്ട് ഊഫർ തമ്മിലാണ് നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേറ്റവും നല്ലൊരു സൗണ്ട് ലെവൽ നിങ്ങൾക്ക് ക്യാപിറ്റലിൽ നിന്നാണ് കിട്ടാൻ സാധ്യത. അല്ല എങ്കിൽ ഇതിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു മിഡ് റേഞ്ച് സെക്ഷൻ ഉണ്ടായിരിക്കണം, അതും കൃത്യമായിരിക്കണം. എന്നാലും ഈ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളെ വോയിസിൽ വരുന്ന നമ്മളിപ്പം വോക്കലിലോ അല്ലെങ്കിൽ വോയിസിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിഡ് ടോണിലൊക്കെ വരുന്ന ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു ലോ ലെവൽ, ആ ഒരു ലോ ലെവൽ ഇതിൽ ബൂസ്റ്റഡ് ആയിട്ടും ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുമാണ് വരുന്നത്. അതാണ് എൻ്റെ സത്യം. അപ്പം അത് പാടുന്നവർക്കോ പാടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കോ ഏറ്റവും ബെസ്റ്റ് ഈ ടൈപ്പ് ഉള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ആണെന്നാണ് എൻ്റെ അഭിപ്രായം, ഞാൻ മനസ്സിലാക്കി. അതായത് ഇത് മോശം, ഇത് മോശം, ഈ ബാസിന് ഇത് കുറവാണ് അല്ലെങ്കിൽ വോയിസിന് ഇത് കുറവാണ്, അതല്ല. ഏതാണ് അവിടെ ആവശ്യം അതിനനുസരിച്ചിട്ട് ഏത് സ്പീക്കറാണ് നല്ലത്, അതാണ് അതിൻ്റെ സെലക്ഷൻ്റെ രീതി വേണ്ടത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതുപോലെ ക്യാപിറ്റൽ ഉപയോഗിച്ചവരും ഡെൻറ്റ് ഉപയോഗിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക. അസംബ്ലിങ്ങിന് ഇതുപോലെ ഓർഡർ തന്നവർ കുറച്ച് ക്ഷമിക്കുക. പല പരീക്ഷണം നടത്തി അത് മാക്സിമം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം അധികം എടുത്തിട്ടാണ് ഞാൻ പലതും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ സമയം എടുത്ത് ചെയ്യാൻ, അതായത് സമയം കുറവായതുകൊണ്ട് എല്ലാം പണിയും കൂടി ഞാൻ ചെയ്യുന്നത് കൊണ്ടും സമയം എടുക്കുന്നത് കൊണ്ടും എല്ലാം കൊണ്ടും ഈ ടൈം വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ പലർക്കും പറഞ്ഞ ഡേറ്റ് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ 4 ദിവസം വൈകാറുണ്ട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ വീഡിയോ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങളെ കണ്ടു നോക്കൂ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.